ഏവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ യൂണിറ്റിലുള്ള പ്രേയിങ് ഹാൻഡ്സ് എന്ന് പറയുന്ന സ്റ്റോറിയാണ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്, ഈ ഒരു സ്റ്റോറി നടക്കുന്നത് ജർമ്മനിയിലെ ഒരു ചെറിയ വില്ലേജിലാണ്. 15ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു സ്റ്റോറി നടക്കുന്നത്. അപ്പം ഒരു വലിയ ഫാമിലിയാണ്, 18 മക്കളുള്ള ഒരു വലിയ ഫാമിലിയാണ്. ഡിറർ ഫാമിലി എന്നാണ് പേര്, അത് ഫാമിലിയുടെ പേരാണ്. അപ്പം ഈ ഫാമിലിയിലെ, അതായത് അച്ഛനും അമ്മയും ഉണ്ടാവുമല്ലോ, അപ്പോൾ അച്ഛൻ്റെ ജോലി എന്ന് പറയുന്നത് ഗോൾഡ് സ്മിത്ത് ആണ്, അതായത് തട്ടാനാണ്. അപ്പോൾ ഈ 18 കുട്ടികൾക്ക് ഉള്ള ഫുഡ് തന്നെ ടേബിളിൽ എത്തിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. നമുക്കറിയാമല്ലോ എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും അത്രയും ആളുകൾക്കുള്ള എല്ലാ കാര്യങ്ങളും കൊടുക്കാൻ. ഫുഡും അതേപോലെ തന്നെ ഡ്രസ്സ് ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, എല്ലാത്തിനും ഒരു ബുദ്ധിമുട്ടുന്നുണ്ടാവുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ആലോചിക്കണം, 15ാമത്തെ സെഞ്ച്വറിയിലാണ്. അപ്പോൾ ഈ ഫാമിലിയിലുള്ള 2 കുട്ടികളുണ്ട്. അപ്പം അവർക്ക് ഒരു സ്വപ്നമുണ്ട്, അത് ആർട്ട് പഠിക്കണം എന്നുള്ളതാണ്. പക്ഷേ അവരുടെ ഒരു ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് പ്രകാരം അവർക്ക് അത് പഠിക്കാൻ, അല്ലെങ്കിൽ അവരുടെ ഫാദറിന് അവരെ ഒരു അക്കാഡമിയിൽ, ആർട്ട് പഠിക്കുന്ന അക്കാഡമിയിൽ വിട്ട് പഠിപ്പിക്കാനുള്ളൊരു സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് ഈ ബ്രദേഴ്സ്, അവരുടെ പേര് ആൽബ്രറ്റ്, ഒരാളുടെ പേര് ആൽബ്രറ്റ് എന്നാണ്, ഒരാളുടെ പേര് ആൽബർട്ട് എന്നാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കുകയാണ്, ഒരു കോയിൻ ടോസ് ചെയ്തിട്ട് അതിൽ ആരാണോ വിൻ ചെയ്യുന്നത് അയാൾക്ക് പഠിക്കാൻ പോകാം. അതായത് ഈ ഒരു ആർട്ട് പഠിക്കുന്ന അക്കാഡമിയിൽ പോയി ചേർന്ന് പഠിക്കാം. പക്ഷേ അത് അവരുടെ ചിലവ് ആരെടുക്കണം? ആരാണോ ആ ഒരു കോയിൻ ടോസ് ചെയ്തിട്ട് അതിൽ ലൂസറായിട്ടുള്ളത്, അതായത് അതിൽ തോറ്റിട്ടുള്ളത്, അയാൾ എന്ത് ചെയ്യണം? മൈൻ ഉണ്ടാവുമല്ലോ, ഗനികളിലൊക്കെ പോയി ജോലി ചെയ്തിട്ട് ജയിച്ച ആൾക്കുള്ള ആ ഒരു അക്കാഡമിയിൽ പഠിക്കാനുള്ള ഫീസും എല്ലാ കാര്യങ്ങളും സപ്പോർട്ടും കൊടുക്കണം. അതായിരുന്നു അവർ തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു ഉടമ്പടി എന്ന് പറയുന്നത്. 4 വർഷത്തിന് ശേഷം അവിടെ പഠനം പൂർത്തിയാക്കി തിരിച്ചു വരുന്ന ബ്രദർ, ഈ തോറ്റ ബ്രദർ ഉണ്ടല്ലോ, ആ ബ്രദറിനെ സപ്പോർട്ട് ചെയ്യും. അവൻ്റെ ആഗ്രഹവും എന്ത് ചെയ്യണം? സഫലീകരിക്കാൻ വേണ്ടിയിട്ട്, അവന് പഠിക്കാൻ പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് 2 പേർക്കും പഠിക്കാമല്ലോ. അങ്ങനെ ഒരു കണ്ടീഷനിലാണ് ഇവർ ഒരു ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആൽബ്രറ്റ് ആണ് അക്കാഡമിയിൽ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം പെട്ടെന്ന് തന്നെ അവിടെ അവൻ്റെ വർക്ക്സൊക്കെ ഫേമസ് ആവുകയാണ്. അവനെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടല്ലോ, പ്രൊഫസേഴ്സ്, അവരുടെ വർക്ക്സിനേക്കാളും എത്രയോ മടങ്ങ് ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവൻ വർക്ക്സ് ചെയ്യാൻ തുടങ്ങി. പെയിൻറ്റിങ്സ് ആയിക്കോട്ടെ, എച്ചിങ്സ് ആയിക്കോട്ടെ, എല്ലാത്തിലും ഇവൻ്റെ കഴിവ് അത്രമാത്രം വലുതായിരുന്നു. അങ്ങനെ അവൻ അവിടെ പഠിച്ച് 4 വർഷം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഇവർ ഗ്രാൻഡായിട്ടുള്ള സപ്പറൊക്കെ ഇവന് വേണ്ടി അറേഞ്ച് ചെയ്യുകയാണ്. അപ്പം ആ ഒരു സമയത്ത് ഇവൻ്റെ ബ്രദറിനോട്, ആൽബർട്ടിനോട് പറയാണ്, ഇനി നീ പോയി പഠിച്ചോ. 4 വർഷം അവൻ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു, പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം അവൻ്റെ വർക്ക്സിന് അവന് നല്ല രീതിയിലുള്ള ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. സോ ഇപ്പം മൈനിൽ ജോലി ചെയ്ത് ഇവനെ സപ്പോർട്ട് ചെയ്ത് അവൻ്റെ ബ്രദർ ഉണ്ടല്ലോ, ആൽബർട്ടിനോട് പറയുകയാണ്, ഇനി നീ പോയിട്ട് ആർട്ട് പഠിച്ചോളൂ, അക്കാഡമിയിൽ ചേർന്നോളൂ, ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാം എന്ന് വരെയാണ് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷൻ നോക്കാം. All heads turned in eager expectation to the far end of the table where Albert sat. അപ്പോൾ ആൽബർട്ട് പറഞ്ഞല്ലോ, ഞാൻ നോക്കിക്കോളാം നിൻ്റെ ചിലവെല്ലാം, നീ പോയി പഠിച്ചോ, പണമൊക്കെ ഞാൻ തന്നോളാം എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ പറഞ്ഞ സമയത്താണ് ഓൾ ഹെഡ്സ് ടേൺഡ് ഇൻ ഈഗർ മീൻസ് താല്പര്യത്തോടുകൂടി, എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയോടുകൂടി, ടു ദ ഫാർ എൻഡ് ഓഫ് ദ ടേബിൾ വെർ ആൽബർട്ട് സാറ്റ്, ആൽബർട്ട് ഇരിക്കുന്ന ആ ഒരു ടേബിളിൻ്റെ അങ്ങേ അറ്റത്തേക്ക് എല്ലാവരും താല്പര്യത്തോടുകൂടി, പ്രതീക്ഷയോടുകൂടി ആൽബർട്ടിനെ നോക്കുകയാണ്. Tears were streaming down his pale face. Pale എന്ന് പറഞ്ഞാൽ വിളറിയ, അപ്പം വെളുത്ത ആ ഒരു മുഖത്തൂടെ tears were streaming down എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കണ്ണുനീരിങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു അവൻ്റെ വെളുത്ത ആ ഒരു മുഖത്തൂടെ. Shaking his lowered head from side to side, he sobbed and repeated over and over again, no, no, no. അപ്പോൾ ഷേക്കിംഗ് ഹിസ് lowered head, അതായത് അവനിങ്ങനെ
തല കുനിച്ചിരിക്കുകയാണ്. ആ ഒരു തല കുനിച്ചിരുന്നുകൊണ്ട് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, വേണ്ടാന്ന് പറയില്ലേ നമ്മൾ രണ്ട് ഭാഗത്തേക്ക് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തിട്ട്, അതാണ് പറയുന്നത്. അവൻ തല കുനിച്ചിരുന്നു കൊണ്ട് വേണ്ടാന്ന് ഇങ്ങനെ കാണിച്ച് രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രം സൈഡ് ടു സൈഡ്, ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ഒരു ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് അങ്ങനെ ഷെയ്ക്ക് ചെയ്യാണ് വേണ്ടാന്നുള്ള രീതിയിൽ. ഹി സോബ്ഡ് ആൻഡ് റിപ്പീറ്റഡ്, അവൻ വിതുമ്പുന്നു, തേങ്ങുന്നുണ്ട്, അവൻ കരയുന്നുണ്ട്. ആൻഡ് റിപ്പീറ്റഡ്, എന്നിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ. നോ നോ നോ, വേണ്ട 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫൈനലി, അവസാനം ആൽബർട്ട് റോസ് ആൻഡ് വൈപ്ഡ് ദ ടീയേഴ്സ് ഓൺ ഹിസ് ചീക്സ്. അവസാനം എന്ത് ചെയ്തു, ആൽബർട്ട് എഴുന്നേറ്റു, എന്നിട്ട് വൈപ്ഡ് ദ ടീയേഴ്സ് ഓൺ ഹിസ് ചീക്സ്, അവൻ്റെ മുഖത്തുള്ള ആ ഒരു കണ്ണുനീർ ഉണ്ടല്ലോ അത് അവനിങ്ങനെ തുടച്ചു. ഓക്കെ. ഹി ഗ്ലാൻസ്ഡ് ഡൗൺ ദ ലോങ് ടേബിൾ അറ്റ് ദ ഫേസസ് ഹി ലവ്ഡ്. അപ്പം അവൻ എഴുന്നേറ്റതിന് ശേഷം അവൻ്റെ ആ ഒരു ടേബിൾ ഉണ്ടല്ലോ, ലോങ് ടേബിളാണ്, 18 പേരോളം കുട്ടികൾ തന്നെയുണ്ട്, പിന്നെ പാരൻസ് ഉണ്ട്. അപ്പം അവനെ സ്നേഹിക്കുന്ന എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരെങ്ങനെ, ഗ്ലാൻസ് മീൻസ് നോക്കി എന്നുള്ളതാണ്, ജസ്റ്റ് ഇങ്ങനെ എല്ലാവരെയും നോക്കി, അവൻ സ്നേഹിക്കുന്ന എല്ലാവരെയും. ഓക്കെ. ദെൻ ഹോൾഡിങ് ഹിസ് ഹാൻഡ്സ് ക്ലോസ് ടു ഹിസ് റൈറ്റ് ചീക്ക്. അപ്പോൾ അവൻ്റെ കൈകൾ റൈറ്റ് ചീക്കിൻ്റെ അടുത്തേക്ക്, കവിൾത്തടത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ക്ലോസ് ആയിട്ട് പിടിച്ചു. ഹി സെഡ് സോഫ്റ്റ്ലി, എന്നിട്ട് അവനിങ്ങനെ പതിയെ പറയാണ്, നോ ബ്രദർ, ഐ കൻ നോട്ട് ഗോ ടു ദ അക്കാദമി. ഇല്ല ബ്രദർ, എനിക്ക് അക്കാദമിയിൽ ഇനി പോകാൻ പറ്റില്ല. ഇറ്റ് ഈസ് ടു ലേറ്റ് ഫോർ മീ, ഇത് ഒരുപാട് വൈകിപ്പോയി, എനിക്ക് ഇത് ഒരുപാട് സമയം കഴിഞ്ഞു പോയി, ഒരുപാട് വൈകി എന്ന് പറയാണ്. ലുക്ക് വാട്ട് 4 years ഇൻ ദ മൈൻസ് ഹാവ് ഡൺ ടു മൈ ഹാൻഡ്സ്. നോക്കൂ ഈ 4 വർഷം, 4 years ഇൻ മൈൻസ്, ആ ഒരു ഖനികളിൽ ആ ഒരു 4 വർഷം ഹാവ് ഡൺ ടു മൈ ഹാൻഡ്, എന്താണ് എൻ്റെ കൈകളിൽ ചെയ്തിരിക്കുന്നത് നോക്കൂ എന്ന് പറയാണ്. അതായത് ഖനിയിലൊക്കെ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ നമുക്ക് അറിയാം അല്ലേ, അവരുടെ കൈകളൊക്കെ വളരെ ഹാർഡായിട്ടുണ്ടാവും, സോഫ്റ്റ് ആയിട്ടുള്ള കൈകളായിരിക്കില്ല, പരിക്ക് പറ്റിയിട്ടുണ്ടാവും, അതേപോലെ തഴമ്പ് വന്നിട്ടുണ്ടാവും, ചിലപ്പോൾ എല്ലുകളൊക്കെ പൊട്ടിയിട്ടുണ്ടാവും. അത്രയും കഠിനമായ ജോലിയാണ് മൈൻസിലുണ്ടാവുക. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ബാക്കി നോക്കാം. The bones in every finger have been smashed at least once. അതായത് the bones in every finger, എല്ലാ വിരലുകളിലെയും ബോൺസ് എന്ന് പറഞ്ഞാൽ എല്ലുകൾ അല്ലേ, ഹാവ് ബീൻ സ്മാഷ്ഡ് അറ്റ് ലീസ്റ്റ് വൺസ്. സ്മാഷ്ഡ് മീൻസ് ഇവിടെ പൊട്ടുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ. തകരുക അല്ലെങ്കിൽ പൊട്ടുക എന്നുള്ളതാണ്. അതായത് ഒരിക്കലെങ്കിലും പൊട്ടാത്തതായിട്ടുള്ള ഒരു വിരൽ പോലും എൻ്റെ കയ്യിലില്ല. കാരണം എല്ലാ വിരലുകൾക്കും പൊട്ടലും അതേപോലെ ചതവ് അങ്ങനത്തെ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കാരണം അത്രയും ഹാർഡാണ് മൈനിലുള്ള ജോലി എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. cannot even hold a glass to return your toast. ടോസ്റ്റ് മീൻസ് ഇവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ, ആൽബർട്ട് ഇങ്ങനെ ചിയേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഗ്ലാസ് ഇങ്ങനെ ഉയർത്തി ചിയേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനെയാണ് ടോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ടോസ്റ്റിന് റിട്ടേൺ ആയിട്ട് ഒരു ചിയേഴ്സ് പറയാൻ പോലും, ആ ഒരു ഗ്ലാസ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പോലുള്ള ശേഷി എനിക്കില്ല എന്നാണ് പറയുന്നത്. ഓക്കെ. മച്ച് ലെസ് മേക്ക് ആർട്ട് ഓൺ ക്യാൻവാസ് വിത്ത് എ പെൻ ആൻഡ് ബ്രഷ്. അപ്പം പെന്നും ബ്രഷും ഒക്കെ യൂസ് ചെയ്ത് ക്യാൻവാസിൽ ഒരു പെയിൻറ്റിങ് ഒന്നും ചെയ്യാനുള്ള ശേഷി പോലും എനിക്കില്ല, അതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ മൈനിലുള്ള ജോലി എൻ്റെ കൈകളെയൊക്കെ തകർത്ത് കളഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ. മോർ ദാൻ 500 years have passed. അപ്പോൾ ആ ഒരു സ്റ്റോറി അവിടെ കഴിഞ്ഞു. ഇപ്പം 500 വർഷത്തോളം പിന്നിട്ടിട്ടുണ്ട്. By now, hundreds of Albrecht Dürer's masterful portraits, pen and silver point sketches, watercolors, charcoals, woodcuts and copper impressions hang in every great museum in the world. അപ്പോൾ നമ്മളുടെ ആൽബർട്ടിന് പോകാൻ കഴിഞ്ഞില്ല അല്ലേ ആർട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ആൽബ്രറ്റ് ഡ്യൂറർ എന്തായിട്ടുണ്ട്, ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റായിട്ട് മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മാസ്റ്റർഫുൾ ആയിട്ടുള്ള പോർട്രേറ്റ്സ്, അതേപോലെ പെന്ന്, സിൽവർ പോയിൻറ്റ് സ്കെച്ചസ്, അതെന്താണെന്ന് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും കേട്ടോ. പിന്നെ വാട്ടർ കളേഴ്സ്, ചാർക്കോൾസ്, വുഡ് കട്ട്സ്, അങ്ങനെയുള്ള ഇതൊക്കെ ആർട്ട് ഫോംസ് ആണ് കേട്ടോ. പലതരത്തിലുള്ള ആർട്ടിൻ്റെ ഫോംസാണ്. കോപ്പർ ഇംപ്രഷൻസ്, ഇതെല്ലാം വേൾഡിലെ തന്നെ ഗ്രേറ്റ് ആയിട്ടുള്ള മ്യൂസിയത്തിൽ, വലിയ വലിയ മ്യൂസിയത്തിൻ്റെ വോളിലൊക്കെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം അത്രമാത്രം ഫേമസ് ആയിട്ടുണ്ട് ആൽബ്രറ്റ് ഡ്യൂറർ. ഓക്കെ.
ബട്ട് മോസ്റ്റ് പീപ്പിൾ ആർ ഫെമിലിയർ വിത്ത് ഓൺലി വൺ ഓഫ് ആൽബ്രറ്റ് ഡ്യൂറേഴ്സ് വർക്ക്. പക്ഷേ കൂടുതൽ ആളുകളും ആൽബ്രറ്റ് ഡ്യൂററിൻ്റെ ഒരു വർക്കാണ് കണ്ടിട്ടുള്ളത്. ആ ഒരു വർക്കാണ് വളരെയധികം ഫേമസ് ആയിട്ടുള്ളതും ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നതും. അപ്പോൾ അതേതാണെന്ന് നമുക്ക് നോക്കാം. വൺ ഡേ ഹി ഡിസൈഡഡ് to pay homage to his brother Albert for all that he had sacrificed. അപ്പോൾ അദ്ദേഹം തീരുമാനിക്കുകയാണ് എന്താണ്, ഒരു ഹോമേജ് മീൻസ് ഒരു ഹോണർ കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താണ് ഒരു ആദരവ് കൊടുക്കാൻ വേണ്ടിയിട്ട് ടു ഹിസ് ബ്രദർ. ആർക്കാണ്? അദ്ദേഹത്തിൻ്റെ ബ്രദറായിട്ടുള്ള ആൽബർട്ടിന്. ഫോർ ഓൾ ദാറ്റ് ഹീസ് ഹാഡ് സാക്രിഫൈസ്ഡ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ത്യജിക്കേണ്ടി വന്ന എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഒരു ഓണർ പോലെ, ഒരു ആദരവ് പോലെ കൊടുക്കാൻ വേണ്ടിയിട്ട് ആൽബ്രറ്റ് തീരുമാനിക്കുകയാണ്. ആൽബ്രറ്റ് ഡ്യൂറർ painstakingly drew his brother's abused hands with palms held together with the thin fingers stretched skyward. അപ്പോൾ എന്താ പറയുന്നത്, അപ്പം ആൽബ്രറ്റ് ഡ്യൂറർ പെയിൻസ്റ്റേക്കിംഗ്ലി എന്ന് പറഞ്ഞാൽ വളരെയധികം എഫേർട്ട് എടുത്തുകൊണ്ട് ചെയ്യുന്നതിനെയാണ് പെയിൻസ്റ്റേക്കിംഗ്ലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം വളരെയധികം എഫേർട്ട് എടുത്തുകൊണ്ട് എന്ത് ചെയ്തു, ഡ്രൂ ഹിസ് ബ്രദേഴ്സ് അബ്യൂസ്ഡ് ഹാൻഡ്സ്. അദ്ദേഹത്തിൻ്റെ ബ്രദറിൻ്റെ അബ്യൂസ്ഡ് ഹാൻഡ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് അപമാനിക്കപ്പെട്ട അല്ലെങ്കിൽ നിന്ദിക്കപ്പെട്ട ആ ഒരു കൈകളുണ്ടല്ലോ, ആ ഒരു കൈകളാണ് വരയ്ക്കുന്നത്. വിത്ത് പാംസ് ഹെൽഡ് ടുഗെദർ വിത്ത് തിൻ ഫിംഗേഴ്സ് സ്ട്രെച്ച്ഡ് സ്കൈവേർഡ്സ്. കൈകൾ ഇങ്ങനെ കൂപ്പി നിൽക്കില്ലേ പ്രാർത്ഥിക്കുമ്പം, അതേപോലെ ആണ് പാംസ് ഹെൽഡ് ടുഗെദർ വിത്ത് തിൻ ഫിംഗേഴ്സ്, മെലിഞ്ഞ ഫിംഗേഴ്സ് സ്ട്രെച്ച്ഡ് സ്കൈവേർഡ്, ആകാശത്തിലേക്ക് ഉയർത്തി നിൽക്കുന്നത് പോലെ എന്താണ്, കൈകൾ കൂപ്പി നിൽക്കുന്ന ഒരു ചിത്രം അതാണ് വരച്ചിട്ടുള്ളത്. ഓക്കെ, ഹി കോൾഡ് ഹിസ് പവർഫുൾ ഡ്രോയിങ് സിംപ്ലി ഹാൻഡ്സ്. അപ്പം ആ ഒരു പവർഫുൾ ആയിട്ടുള്ള ആ ഒരു ഡ്രോയിങ്ങിനെ അദ്ദേഹം സിമ്പിളായിട്ട് ഹാൻഡ്സ് എന്ന് മാത്രമാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു പിക്ചറിന് ഹാൻഡ്സ് എന്ന് മാത്രമാണ് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ദ വേൾഡ് റീനെയിംഡ് ഹിസ് ട്രിബ്യൂട്ട് ഓഫ് ലവ് ആസ് ദ പ്രേയിങ് ഹാൻഡ്സ്. പക്ഷേ അതിനുശേഷം ഈ ഒരു വേൾഡ് ആ ഒരു പിക്ചറിന് റീനെയിം ചെയ്തു, അതായത് പുതിയൊരു പേര് കൊടുത്തു. എന്താണ്, അതായത് അതിൻ്റെ ട്രിബ്യൂട്ടാണല്ലേ അത്. അപ്പം അതിനൊരു റീനെയിം കൊടുത്തത് എന്താണ്, ഇത് ദ പ്രേയിങ് ഹാൻഡ്സ് എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. പ്രാർത്ഥിക്കാൻ വേണ്ടി കൈകൂപ്പി നിൽക്കില്ല, അപ്പോൾ പ്രാർത്ഥിക്കുന്ന കൈകൾ അതാണ് ഉദ്ദേശിക്കുന്നത്. ദ നെക്സ്റ്റ് ടൈം യു സീ എ കോപ്പി ഓഫ് ദാറ്റ് ടച്ചിങ് ക്രിയേഷൻ ടേക്ക് എ സെക്കൻഡ് ലുക്ക്. അപ്പം ഇനി നെക്സ്റ്റ് ടൈം നിങ്ങൾ ആ ഒരു ക്രിയേഷൻ, ആ ഒരു പെയിൻറ്റിങ് കാണുന്ന സമയത്ത് ടേക്ക് എ സെക്കൻഡ് ലുക്ക്, അതായത് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറി ഓർമ്മ വരണം എന്നുള്ളതാണ്. ലെറ്റ് us റിമെമ്പർ ദാറ്റ് നോ വൺ എവർ മേക്സ് ഇറ്റ് അലോൺ. അതായത് നമുക്ക് ഓർമ്മിക്കാം, അത് ആർക്കും നോ വൺ എവർ, ആർക്കും ഒരിക്കലും എന്താണ് മേക്സ് ഇറ്റ് അലോൺ, ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ക്ലാസ് വരുന്നത്. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. See you with another video. Thanks for watching.